ഇന്ന് നമ്മൾ പറയുന്ന വിഷയം സുക്കൂനുള്ള കാഫ്. കാഫ് എന്ന് പറഞ്ഞ അക്ഷരം അറിയില്ലേ? സുക്കൂനുള്ള കാഫ് സ്വാഭാവികമായിട്ടും കാറ്റക്ഷരാണ്. അത് മഖ്റജിൽ നിന്ന് കാറ്റ് വരും. അതിൻ്റെ തൊട്ട അക്ഷരത്തിനും കാറ്റുള്ളൊരു അക്ഷരമാണെങ്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഈ രണ്ട് അക്ഷരം കൂടി മിക്സാവും, രണ്ടിൻ്റെ കാറ്റൊക്കെ കൂടെ മിക്സായി ലാസ്റ്റ് ഒരു കൊടുങ്കാറ്റായിട്ട് മാറും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകരുത്, അത് നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഓതുകയാണെങ്കിൽ ഒരായത്ത് പറയും മോനെ, ഒരായത്ത് പറ. ഏഴാമത്തെ ആയത്തിൽ അവസാനത്തെ ഭാഗം അല അക്സ അക്സ എന്ന് ഓതും. അക്സ. അപ്പോൾ സാവും കാഫും മിക്സ് ആവും. അത് ശരിക്കും മിക്സിംഗ് ആയിട്ടുള്ള മലയാളത്തിലാണുള്ളത്. കല്യാണം ഇല്ല, സ്ഥാനം സ്ത. അപ്പോൾ അറബിയിലാണെങ്കിൽ സ്ഥാനം എന്നായിരിക്കും, ഇല്യാണം എന്നായിരിക്കും. മലയാളത്തിലാണ് ഇല്യ സ്ത എന്നൊക്കെ വരുന്നത്. സ്നാനം സ്ന. ഇത് പറ്റൂല. അപ്പം അല അക്സരിഹിം എന്നോദണം. മനസ്സിലായില്ല? അല അക്സരിഹിം, അല്ലാതെ അക്സ എന്നല്ല. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വനക് തുബു എത്രാമത്തെ ആയത്താണ്? 12ാമത്തെ ആയത്ത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു, അല്ലാതെ വനക്തുബു. കാഫിന്റെ ഒരു അംശം തായിലേക്കാണ് മിക്സ് ചെയ്തിട്ട് തു എന്നൊരവസ്ഥ ഉണ്ടായിരുന്നത്. വനക്തുബു. അപ്പൊ ശരിയോ തെറ്റോ നിങ്ങൾ പറയും? വനക്തുബു ശരിയോ തെറ്റോ? വനക്തുബു ശരി.